ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് വൈകുന്നേരം റെഡിയായിട്ട് ഞാനും ചേട്ടനും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുന്ന വേറെ എവിടെയല്ല, നമ്മുടെ പഴവങ്ങാടി ഗണപതി കോവിലിലോട്ടാണ് കേട്ടോ ഈ സ്പോട്ട്. അപ്പം ഈവനിങ് ഒരു 6 മണിക്ക് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ, മോളില്ല. മോൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളെ കൂട്ടിയിട്ടില്ല കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു 6 മണിക്ക് 6 മണി 6:30 ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ദീപാരാധനയ്ക്കൊക്കെ മുന്നേ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ദീപാരാധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 വീലറിലാണ് കേട്ടോ പോകുന്നത്. കാര്യം അവിടെ നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ 4 വീലർ കൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒന്നാമത് ഈവനിങ് ടൈം കൂടി ആകുമ്പോഴത്തേക്കിനും നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് അവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2 വീലറിൽ ഇറങ്ങി. പിന്നെ എനിക്ക് 2 വീലറാണ് കേട്ടോ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ഇങ്ങനെ പോകുമ്പോൾ കാറിനെക്കാട്ടിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട കോവിലെത്തിയിട്ടുണ്ട്. അകത്തോട്ടൊട്ടും ഫോണൊന്നും കയറ്റാൻ പറ്റില്ല കേട്ടോ, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്തതാണ്. ഞങ്ങൾ കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ വഴിപാട് നമുക്ക് എന്ത് കഴിപ്പിച്ചാലും തേങ്ങയൊക്കെ, കാരണം അവിടെ തേങ്ങ ഗണപതി ആയതുകൊണ്ട് തേങ്ങ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസാദങ്ങൾ എന്തായാലും നമുക്ക് തരും. പിന്നെ പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. അതൊക്കെ നടന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വൈകുന്നേരം സമയം കൂടെ ആയതുകൊണ്ടേ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്ന് കറങ്ങി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കോവിലിന് തന്നെ ബാക്ക് സൈഡിലുള്ള രാമചന്ദ്ര സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. രാമചന്ദ്ര സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ രാമചന്ദ്രയുടെ തന്നെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. എല്ലാം കുട്ടി കുട്ടി കടകളാണ്. പക്ഷേ അവരുടെ തന്നെ ഒരു വലിയ ഷോറൂം ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോത്തീസൊക്കെ പോലെ ഒരു ഷോപ്പ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ രാമചന്ദ്രയുടെ പഴയ സ്ട്രീറ്റാണ്. ഇത് നമ്മുടെ പഴവങ്ങാടി ഗണപതിയുടെ കോവിലിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നതാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ്, ഏറ്റവും എൻട്രി ഭാഗത്തോട്ടാണ് ചെല്ലുന്നത്. ഇത് ഈ റോഡെന്ന് വെച്ചാൽ വളരെ വീതി കുറഞ്ഞ റോഡാണ്. 2 സൈഡിലും നിറയെ കടകളൊക്കെ ആയിട്ട് ഡ്രസ്സും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് പോകണം. കാര്യം നല്ല തിരക്കാണ്. ചെറിയ റോഡും കൂടെയാണ്, വാഹനങ്ങൾ വരുന്നുണ്ട്, ആളുകൾ അതുപോലെ നടന്നു പോകുന്നുണ്ട്. അവരെല്ലാം ഈ കാഴ്ചകൾ കണ്ട് മതിമറന്ന് പോകുമ്പോൾ എങ്ങനെയാണ് വണ്ടികളൊക്കെ വരുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് വണ്ടി ഓടിച്ച് ഇതിലേ കൂടെ പോകുക എന്നുള്ളത്. അപ്പം 2 വീലർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ വഴിക്കൊക്കെ പോകാൻ നല്ലത്. കാറെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി വന്നാൽ അടുത്ത വണ്ടിക്ക് പോകാനുള്ള സൗകര്യങ്ങളില്ല, അത്രയ്ക്ക് ഇടുങ്ങിയ വഴികളാണ്. അപ്പോൾ അതുപോലെ സ്ട്രീറ്റിൽ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ റോഡ് അങ്ങനെ കയറി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ അവിടെ വരെ വന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് കാണാണ്ട് പോകുന്നത് എങ്ങനെയാണ്, അങ്ങനെ ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് പത്മതീർത്ഥക്കുളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ തൊട്ടാണ് കേട്ടോ. അവിടെ കാണുന്നില്ലേ ഗോപുരം, കാണുന്നില്ലേ അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. അമ്പലത്തിലേക്ക് കയറേണ്ട മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും 2 വീലറിലല്ല, നമ്മൾ ഇറങ്ങി നടന്ന് തന്നെ പോകേണ്ടതാണ്. നടന്നിങ്ങനെ പോയി കാഴ്ചകളൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. അതിപ്പോൾ പകലെന്നില്ല രാത്രിയെന്നില്ല, ഒരു പ്രത്യേക വൈബാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തോന്നും. നിറയെ കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ. അതിനുശേഷം ഞങ്ങൾ നേരെ ചാല മാർക്കറ്റ് റോഡ് വഴി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് വഴിക്ക് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനൊന്നും കയറിയതല്ല. നമ്മൾ ഈ വഴിക്ക് പോകുന്നത് എന്താ വെച്ചാൽ നമുക്കിത് വഴിക്ക് സ്ട്രൈറ്റ് നമ്മുടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്താൻ കുറച്ച് എളുപ്പമുണ്ട്. അത് 2 വീലർ ആയതുകൊണ്ടാണ് കേട്ടോ. കാറ് ഈ വഴിക്ക് വരുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം 2 വീലർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വഴിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോവുകയാണ്, വീട്ടിലേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരാഗ്രഹം തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയാലോ എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ തട്ടുകടയിൽ കയറാം. തട്ടുകടയിൽ കയറി ഫുഡും വാങ്ങിച്ച് പാഴ്സൽ വാങ്ങിയിട്ട് പോകാം. കഴിക്കണില്ല, പാഴ്സൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന തട്ടുകടയുണ്ട്, വഴുതക്കാട്. അവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത് തട്ടുകട സജീവമായിട്ട് ഒരുപാട് തട്ടുകടകളുണ്ട്, നല്ല നല്ല കടകളുണ്ട്. ഒരുപാട് ഒരു സജീവമായിട്ട് 7 മണി തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ പറഞ്ഞ് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിൽ എല്ലാവരും തട്ടുകടയിലൊക്കെ പോയിട്ട് പൊറോട്ട, ദോശ, ഓംലെറ്റ്, ചമ്മന്തിയൊക്കെയല്ലേ വാങ്ങിച്ച് കഴിക്കുക. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് വാങ്ങിക്കേണ്ടത് അപ്പം, പുട്ട്, ഇടിയപ്പം, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്കിഷ്ടം അവിടുത്തെ. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി വീട്ടിലുള്ള എല്ലാവരും പൊറോട്ടയും കാര്യങ്ങളും ഒക്കെയാണ് വാങ്ങിച്ച് കഴിക്കുക. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവിടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പവും ചിക്കൻ കറിയും ഒക്കെയാണ് ഞാൻ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ അത് കിട്ടുന്ന കടയിൽ ഞാൻ കയറാറുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു.
അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കായിട്ട്. ബാക്കി അവരൊക്കെ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ വേറെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.